നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ 2025-26 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ വരണാധികാരി വി പ്രകാശ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ 2025-2026 കാലത്തേക്കുള്ള ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ വരണാധികാരി വി പ്രകാശ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രാധാകൃഷ്ണൻ രാധാലയം ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. തുടർന്ന് സെക്രട്ടറി കെ രമേശ്, ഖജാൻജി എസ് ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഏതൊരു തീരുമാനവും ഏറെക്കുറെ എല്ലാം ഭംഗിയായി തന്നെ നടത്തുവാൻ ഈ ഒരു ഭരണസമിതിക്ക് ഭരണസമിതി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം മുമ്പ് സൂചിപ്പിച്ച പോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരാണ്. സമയബന്ധിതമായൊക്കെ ഉത്സവാദി കാര്യങ്ങളും ക്ഷേത്രാചാര കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പരബ്രഹ്മമൂർത്തിയുടെ ദീപാരാധന ശിവരാത്രിക്ക് നടത്തി എല്ലാ നന്ദികേശന്മാരെടുത്തും കർപ്പൂരം പിടിക്കാനുള്ള ആ അവസരം കൂടി തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും നമുക്ക് എല്ലാവരോടും ഒന്നുകൂടെ ശ്രമിച്ചാൽ നമ്മുടെ ഭഗവാന്റെ ദീപാരാധന സമയബന്ധിതമായി തന്നെ ശിവരാത്രിക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ദീർഘിപ്പിച്ച് കിടക്കുന്നില്ല. നമുക്ക് ഈ 6 മണി എന്നുള്ളത് ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉപവരണാധികാരി വിജേഷ് വിജയൻ നന്ദി പറഞ്ഞു. ചടങ്ങിൽ 16 കരകളിലെ കരനാഥന്മാർ, കരപ്രമാണിമാർ, കരക്കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചാരിമുട.